ഇത് ബോംബല്ലേ? എത്ര കവറുകൾ അല്ലേ? കുറേ കവറുകൾ. സമയം 10:05 നമസ്കാരം. ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏകദേശം 5:30 സമയത്തിന് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 7 മണിക്കാണ് നമ്മുടെ വെടിക്കെട്ട് പൊട്ടി തുടങ്ങുന്നത്. ഞാനിപ്പോൾ തിരുമ്പാടി ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ മീത് തന്നെയാണ് നമ്മുടെ ചാനൽ റിപ്പോർട്ടർമാർ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ വന്ന് ക്യാമറ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാഴ്ചകളൊക്കെ ഗംഭീരമാണ്. ഇവിടേക്ക് വരേണ്ട വഴിയൊക്കെ പോലീസുകാർ മറ്റേ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ കനത്ത സുരക്ഷയിലാണ് ഇവിടെ വെടിക്കെട്ടൊക്കെ നടക്കുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെയാണ് വടക്കുംനാഥൻ ക്ഷേത്രം. ഇവിടെയാണ് വെടിക്കെട്ടൊക്കെ പൊട്ടുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് കൂട്ടക്കുരിച്ചിലൊക്കെ ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പന്തലുണ്ട്. പോലീസുകാർ അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും റൗണ്ടിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ക്യാമറയുടെ സ്റ്റാൻഡുകൾ മാത്രമാണ്. ക്യാമറ കുറച്ച് നേരം ഫിറ്റ് ചെയ്യും. ഓം നമഃ ശിവായ. റൗണ്ടിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കേണ്ട സമയം. പോലീസുകാരൊക്കെ വിസിലടിച്ചിട്ട് ആൾക്കാരെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ മീതെ ചാനലുകാരെ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ജനം ടി വിയിലാണ്. ഇപ്പം എന്നെ ജനം ടി വിയിൽ കാണും. അവിടെ വേറൊരു ബിൽഡിങ്ങിൻ്റെ മീതെ ഇഷ്ടംപോലെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടോ? അല്ല കാര്യമായിട്ട് പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ
ചാനലുകാർ തമ്മിൽ ഭയങ്കര മത്സരമായി തോന്നുന്നു. കുറച്ച് പേർക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും റിവ്യൂ പറയായിരുന്നു, പക്ഷെ ആരും വരുന്നില്ല. അവിടെ കേരള വിഷൻ റിവ്യൂ എടുക്കുന്നു, മീഡിയ വണ്ണും അതുവരെ ഇവിടെ. ഇപ്പോൾ എല്ലാവരും, അതായത് ഒരു നഗരം മുഴുവൻ അല്ലെങ്കിൽ പല നാടുകളിൽ പല ജില്ലകളിൽ നിന്നും പിന്നീട് അത് വളരെ മനോഹരമായ ജനകുളത്തിൽ നിന്ന് വേണത്തിൻ്റെയും ഒക്കെ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നിട്ടാണ് ഞാൻ വെടിക്കെട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് ഞാൻ ജോലിയും ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ കുറേ തവണ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പന്തലിൻ്റെ പണി നടക്കുന്നതൊക്കെ. ഇതാണ് ദീപാലങ്കാരമായിട്ടുള്ള നടുവിലാൽ പന്തൽ. ഇതാണ് ഇവിടെ നായകനാലിലുള്ള പന്തൽ. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, കാല് നാട്ടുന്ന ചടങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് കൗസ്തുഭ ഓഡിറ്റോറിയം, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയാണ്. ഇവിടെയാണ് ആനച്ചമയ പ്രദർശനം നടക്കുന്നത്. എല്ലാ ആഭരണങ്ങളും പുതിയതാണ് കേട്ടോ, ആനയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയതൊക്കെ. വെടിക്കെട്ട് കഴിഞ്ഞിട്ടുള്ള നിരവധി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ സ്പെഷ്യൽ കുടകളാണ്, കയറി വരുന്നത് കാണാം.
ആനയുടെ മുന്നിലേക്കുള്ള പന്തക്കുഴകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അങ്ങനെ ആനസമയം കണ്ടതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി പാറയമക്കാവിക്ക് പോകണം. പെട്രോൾ പമ്പ് കാണിച്ചിരിക്കുന്നുണ്ടോ, അതിൽ മൊത്തം കച്ചവടക്കാർ കയ്യേറി. ഒരു വെടിക്കെട്ടൊക്കെ പ്രമാണിച്ച് ഈ റൗണ്ടിലെ പെട്രോൾ പമ്പുകളൊക്കെ അവധി കേട്ടോ. റൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാറയമക്കാവിക്ക് സമയം കാണാൻ. വലതുവശത്ത് കാണുന്നതാണ് നെഹ്റു പാർക്ക്. ഇതാണ് പാറയമക്കാവ് അമ്പലം. അതിൻ്റെ സൈഡിൽ അഗ്രശാല, അവിടെയാണ് ചമയം. അയ്യാ, ഇവിടെ ചമയ പ്രദർശനം കാണാമെന്ന ഇവിടെ അടച്ചു. എന്താ സംഭവം ഉണ്ടായതെന്നറിയില്ല. സമയം 10:05 പിന്നെ ആനകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതൊക്കെ ചമയം കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് കേട്ടോ. അന്നദാനം അവസാനിച്ചു. അന്നദാനം ഉണ്ടായിരുന്നു അല്ലേ. കുറേ പേര് ഇപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട്. ണ്ടായിരുന്നില്ല അവിടുന്ന് ഭക്ഷണം കിട്ടിയിട്ടോ. അവിടെ ഉണ്ടായിരുന്ന തിരക്കുകളൊക്കെ ഒഴിഞ്ഞു പോയില്ലേ. ഇനി നേരെ വീട്ടിലേക്ക് പോകാം, അതന്നെ, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ വീണ്ടും പാറയമക്കാവ് അമ്പലത്തിൻ്റെ മുൻവശത്തേക്ക് വന്നു. അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടോ. ന്യൂസ് ചാനലുകളുടെ വണ്ടികളൊക്കെ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റിപ്പോർട്ടർ TV, ഭാരത് സർക്കാർ, മറ്റേ ദൂരദർശൻ്റെ, കേരള വിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ലൈവ് എന്ന സംഭവങ്ങളൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് ഇവിടെ പ്രശസ്തമായ തെക്കോട്ടിറക്കം, തെക്കേ ഗോപുരനട തുറന്ന് ഇറങ്ങി വരുന്നത്. എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. കുറച്ച് പേരൊക്കെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. എന്താ സംഭവം? ശരിക്കും ഇപ്പോൾ വടക്കുന്നതിൻ്റെ ആ ഗോപുരനട കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട്. പാറയമക്കാവിൻ്റെ വെടിക്കെട്ട് നടന്നത് ഇവിടെയായിരുന്നു. വെടിക്കെട്ടിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ താഴ്ത്ത് കിടക്കുന്നുണ്ടോ, ഈ വെള്ള കടലാസൊക്കെ ആയിട്ടുള്ളത്.
ഇത് ബോംബല്ലേ? വെടിക്കെട്ടുപുര അതാണ്, അതിൻ്റെ അവിടെ തന്നെയാണ് വെടിക്കെട്ട് കഴിഞ്ഞതിൻ്റെ വേസ്റ്റുകളൊക്കെ കിടക്കുന്നത്. കണ്ടോ എത്ര കവറുകളല്ലേ, കുറേ കവറുകൾ. ഇതൊക്കെ മറ്റേ ആ ഒരു എന്താ സ്പെഷ്യൽ വെടിക്കെട്ട് നടന്ന സാധനമാണ് കേട്ടോ, മൂടി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കോട്ടപ്പുറം ബ്രിഡ്ജിൻ്റെ അടുത്താട്ടോ. ട്രെയിൻ പോകുന്ന കണ്ടപ്പോൾ ഞാനൊന്ന് നിർത്തിയതാണ്. ശരിക്കും ഞാൻ വീട്ടിൽ പോകുന്ന വഴിയാണ്, അപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ നിർത്തി ഒന്ന് വീഡിയോ എടുത്താണ്.